നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസാണ് കാണിക്കുന്നത്. റെഗുലർ വെയർ, ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന സാരികൾ, ഇഷ്ടംപോലെ സാരികൾ എല്ലാവരുടെയും കയ്യിൽ ഉപയോഗിക്കാത്തതും എന്നാ പറയുക, ഇച്ചിരി നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വെച്ചേക്കുന്ന സാരികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് തട്ടിയെടുക്കാൻ ഡെയിലി പോകുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ബ്ലൗസുകൾ കുറേ എണ്ണം കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. വളരെ ബഡ്ജറ്റ് മീൻസ് നമ്മൾ ഒരു ബ്ലൗസിന് തുണി എടുത്ത് അല്ലെങ്കിൽ ഒരു സാരിയുടെ വിത്ത് ബ്ലൗസ് ആയിട്ട് കിട്ടി അതിൻ്റെ കൂടാതെ തയ്ക്കുന്ന റേറ്റ് പോലും ആകുന്നില്ല. ഈ ബ്ലൗസ് എടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് കേട്ടിട്ട് വേണം ബ്ലൗസ് എടുക്കാനായിട്ട് പോകാനായിട്ട്. പർച്ചേസ് ചെയ്യുന്നവർ വ്യക്തമായിട്ട് കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ്, ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ വരുന്ന ബ്ലൗസുകൾ ധാരാളം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാം ഒരേ ക്വാളിറ്റി അല്ല. ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസത്തിൽ പലത് ഇറങ്ങുന്നുണ്ട്. ഡിസൈൻ ഏകദേശം എല്ലാത്തിലും ഒരുപോലെ വരും, പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ബലൂണൊക്കെ വീർപ്പിച്ച് വിടും, അങ്ങനെ വരുന്ന പോലത്തെ അത്രയും കുറഞ്ഞ ബനിയൻ്റെ ക്വാളിറ്റി ഉള്ളതുണ്ട്, നല്ല കൂടിയതുകൊണ്ട്. ഇതൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള ബ്ലൗസാണ്. തീരെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ബ്ലൗസ് ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2-3 ഇതും ഇപ്പോൾ കാലങ്ങളോളം കിടക്കുന്നതല്ല. ഏത് ബ്ലൗസ്, ഏത് സാധനമാണെങ്കിലും ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതല്ലേ. അപ്പോൾ അതിനൊരു ലൈഫുണ്ട്, അതിനനുസരിച്ച് നിൽക്കും. പക്ഷേ ഭയങ്കരമായിട്ട് കംഫർട്ടാണ്, ഭയങ്കരമായിട്ട് പെർഫെക്ഷനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. ചൂടോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, പെർഫെക്റ്റായിട്ട് കൈയൊക്കെ നിൽക്കും. ഞാനിത് ഒത്തിരിയും പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന ബ്ലൗസുകൾ 3XL വരെ ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ബ്ലൗസ് വാങ്ങിക്കാം. ഒറ്റ സൈസേ ഉള്ളൂ, ഫ്രീ സൈസാണ്. 3XL വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന രീതിക്കുള്ള ഫ്രീ സൈസാണ്. മീഡിയം, ലാർജ്, XL, XXL, 3XL ഇത്രയും പേർക്ക് വാങ്ങിക്കാം. ഓരോ ബ്ലൗസ് സൈസുകാർക്കും ഓരോ ബ്ലൗസ് എന്നല്ല, ഫ്രീ സൈസാണ്. അത് മനസ്സിലാക്കി വേണം വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഇത് ഏറ്റവും ചെറിയ സൈസുകാർ, ഇപ്പോൾ മീഡിയം സൈസുകാർ എടുക്കുമ്പോൾ ഇതിന് കൈ ഒരു ഇച്ചിരി ലൂസാണെന്ന് വല്ല തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് അടിച്ചാൽ മതി. നിങ്ങൾ അളവ് പോലും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു മനോധർമ്മം വെച്ച് അടിച്ചാൽ മതി. അതിന് ഞാൻ ബ്ലൗസിലേക്ക് പോകാം. ആദ്യത്തെ കളറ് ഇതേ കണ്ടോ, അത്യാവശ്യം നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്. നമ്മൾ ഓവർ സ്ട്രെച്ച് ആകുന്നില്ല. ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആകുന്ന എന്താണെന്നറിയോ, മെജോറിറ്റി ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആകുന്നത് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. ഇതിന് അത്യാവശ്യം സ്ട്രെച്ച് ആകും, എന്നുകൊണ്ട് ഓവർ സ്ട്രെച്ച് ആകത്തില്ല. ഒരു ഇത് കണ്ട് ഇത്രയൊക്കെ വരും. നല്ല ബേൺഡ് ഓറഞ്ച് കളർ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാൽ സാധിക്കുന്ന ആൾക്കാർ 4-5 ഇതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാ കളറും എടുക്കുന്ന ആൾക്കാരും വെറുതെ പറയുന്നതല്ല, എല്ലാ കളറും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ 18 കളർ കാണിച്ചാൽ 18 കളറും എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാന്നറിയാവോ, അതൊരു ഒത്തിരി ഡ്രസ്സസിനെ നമുക്ക് പൊടി തട്ടിയെടുക്കാം, പുതിയ തട്ടിട്ട് കൊണ്ടെടുക്കാം. സാരീസിനെ ആദ്യത്തേത് ബാൻഡ് ഓറഞ്ച്, കൈയൊക്കെ ഇത്രയായിരിക്കും. ഇത് ബനിയൻ മീൻസ് സ്കിൻ ഫിറ്റ് ആണ്. ബനിയൻ എന്ന് പറഞ്ഞാൽ ബനിയനാണെന്ന് അങ്ങനത്തെ ഫീലും കാര്യങ്ങളൊന്നും തോന്നത്തില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസസ് കട്ട് വരുന്നതാണ്. ബാക്ക് പോർഷൻ ഇതാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഓപ്പണും ബാക്ക് ഓപ്പണും ആയിട്ട് ഇടുന്ന ആ ബ്ലൗസ് പോലത്തെ അല്ല, നമ്മൾ ബനിയൻ ഇടുന്ന പോലെ. അതാ ഞാൻ പറയാൻ വന്നത്, ബനിയൻ ഇടുന്ന പോലെ വലിച്ചു കയറ്റി ഇങ്ങനെ ഇടുകയാണ്. അപ്പം നമുക്ക് ബോഡിക്ക് ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ. നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറ്. സാരി കാണിച്ചിട്ട് ഈ സാരിക്ക് പറ്റിയ കളറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല കേട്ടോ. കാരണം ഫോട്ടോസിലൊക്കെ ഒത്തിരി ചിലരങ്ങനെ ഈ സാരിക്ക് പറ്റിയ ഒരു ബ്ലൗസ് തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തേ ഇല്ല. ഞങ്ങളത് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പിടിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ കാണുന്ന കളർ ആയിരിക്കുകയല്ല ഞങ്ങൾ കാണുമ്പോൾ. ചിലപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പം വരാം, ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും. അങ്ങനെ നിങ്ങളത് എടുത്തോണ്ടാൽ മതി. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുകയേ വേണ്ട, അവരോട് ചൂസ് ചെയ്യാൻ പറയാം. അന്നപ്പോൾ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ വന്ന് ചെന്ന് കഴിയുമ്പോൾ ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ച് റീഫണ്ടോ ഒന്നും ഇല്ലാത്ത കേട്ടോ. കോഫി കളറല്ലേ, പർപ്പിളാണ്, ഡാർക്ക് പർപ്പിള്, ഒരു മെറൂൺ മിക്സ്, കോഫി ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു പർപ്പിളാണ്. പർപ്പിൾ തന്നെ പറയാൻ പറ്റത്തില്ല, ബ്രൗൺ മിക്സ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കളർ. സിന്ദൂരമൊക്കെ എനിക്കിത് കണ്ടപ്പോൾ അത് ഓർമ്മയുണ്ട്. പെണ്ണുങ്ങളൊക്കെ സിന്ദൂരം തൊടുന്നതാണ് ഈ കളറുകൾ. ഒലീവ് ഗ്രീൻ. ഞാൻ കയ്യെ കയറ്റി കാണിക്കുന്ന എന്നാന്നറിയോ, അതിൻ്റെ കറക്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതെന്നെ എളുപ്പത്തിന് കാണിക്കുന്ന. ചില്ലി റെഡ്,
ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണക്കാലം വരുമ്പോഴത്തേനും എല്ലാ ഈ പറയുന്ന പോലെ കേരള സാരികൾക്കൊക്കെ ഏറ്റവും ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന പുളിയിലക്കര മുണ്ടിനും സെറ്റും മുണ്ടിനും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു കളറാണ് ഒനിയൻ പിങ്ക്. ഇത് തന്നെ ഈ കളർ തന്നെ വേറൊരു കളറുണ്ട്, ലൈറ്റ് റോസ് കളർ. അതും ഇത് മാറിപ്പോരുത്. പിന്നെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ. ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉള്ള ഒരു കളറല്ലേ. എല്ലാ കളർ ഉപയോഗമുണ്ട്. നമുക്കിപ്പം ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്നു ലാവണ്ടർ ഷെയ്ഡ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനത്തെ ബ്ലൗസുകളുടെ കാര്യം. നല്ല ഭംഗിയാണ്. ഫ്ലോറൽ പ്രിൻ്റുള്ള ബ്ലൗസ് സാരീസിൻ്റെ കൂടെ ഇങ്ങനത്തെ ബ്ലൗസ് ഇടാൻ. ഞാൻ പ്ലെയിൻ ബ്ലൗസ് സാരിക്ക് ഇങ്ങനത്തെ ബ്ലൗസ് ഇടാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. പക്ഷേ ഫ്ലോറൽ പ്രിൻ്റ് ഡിസൈന് മൾട്ടി കളർ പ്രിൻ്റൊക്കെ ഉള്ള സാരികൾക്ക് ഇങ്ങനത്തെ ബ്ലൗസ് ഒത്തിരി നല്ലതാണ്. ടീൽ ബ്ലൂ, ഇത് പറഞ്ഞ പോലെ കേരള സാരികൾക്കും പിന്നെ നമ്മുടെ ഇൻഡിഗോ സാരികൾക്കൊക്കെ ഏറ്റവും ഡിമാൻഡായിട്ട് പോകുന്ന കളറാണ് റാണി പിങ്ക്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ലൈറ്റ് റോസ്. മറ്റേ ഒനിയൻ്റെ കളറുമായിട്ട് ഭയങ്കര സാമ്യം തോന്നും. ഇത് രണ്ടും രണ്ടാണ്. കയ്യിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ കാണാം രണ്ട് കളറാണ്. ഇത് കണ്ടോ, രണ്ടാ. മെറൂൺ ഒരു ഇച്ചിരി ലൂസുണ്ട്. ഇത് 3XL മേലോട്ടുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഒറ്റ മാനുഫാക്ചറർ ആണെങ്കിൽ പോലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇത് കട്ട് ചെയ്യുന്നതിലൊക്കെ. ഇത് വാടാമുല്ല കളർ. അപ്പം ഇത്രയും ബ്ലൗസസ് ആണുള്ളത്. ഇതിൻ്റെ ഡെസ്പാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ബുക്ക് ചെയ്ത് എന്നാണോ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞാൽ ഡെസ്പാച്ച്, ഡെലിവറി അല്ല ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങളുടേത് അത് ബുക്കിംഗ് ഡേ അനുസരിച്ചാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. പിന്നെ ബ്ലൗസിന് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ വിശദമായിട്ട് മാക്സിമം പറയാവുന്നത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ. പിന്നീട് ഒരു ഇതായിട്ട് വരുന്നത് നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ 3XL വരെയുള്ളവർക്ക് പറ്റും എങ്കിൽ പോലും 3XLകാർ അല്ലെങ്കിൽ XXLകാർ ഒക്കെയുടെ എല്ലാ ഇപ്പോൾ 5 XXLകാരെ എടുത്ത് 5 ബോഡി ഷേപ്പ് ആയിരിക്കും. അത് നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് വാങ്ങിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.